ഡെലിവറി വ്ളോഗ് എഡിറ്റാക്കാനും പോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്ര ടൈം വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അതിനുള്ള കുറേ റീസൺസ് ഉണ്ട്. എന്താ വെച്ചാലെങ്കിൽ എനിക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിട്ട. അപ്പോൾ വായി നോക്കിക്കൊണ്ടാണ് വന്നത് അല്ലേ? ചില അണക്കില്ലേ ഈ ഇഞ്ചക്ഷൻ ഇതാക്കിട്ട് രണ്ടും പോരെ ദൂരം നമ്പലാണ് ഈ ചോര എടുത്തല്ലോ. അപ്പോൾ എൻ്റെ ഡെലിവറി ഡേറ്റ് 10-നാണ്. 8-ന് തന്നെ പോയിട്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായി ഡോക്ടർ. എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട്, ഒരു എമർജൻസിക്ക് എന്തായെങ്കിലും അവിടേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പ് തന്നെ വന്നിട്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അഡ്മിറ്റ് ആക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെ ബേബീൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളെല്ലാം ഓരോ നോക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ റൂം, അഡ്മിറ്റ് ആക്കിയപ്പോൾ തന്നെ കിട്ടിയ റൂം. അടുത്ത് തന്നെ ഒരു 2-3 ബെഡും ഉണ്ടായി. അങ്ങനെ എൻ്റെ ഒപ്പം വന്നത് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉമ്മയും അപ്പൻ്റെ ഉമ്മയാണ് വന്നത്. അപ്പോൾ അപ്പൂന് എന്തായെങ്കിലും മിത്ത് വരാൻ കഴിയില്ല. എന്തായാലും ബൈ സ്റ്റാൻഡറായിട്ട് ഒരു ലേഡിക്ക് മാത്രമേ എൻ്റെ ഒക്കെ നിൽക്കാൻ പറ്റൂ. അത് ആരപ്പോൾ എങ്കിലും ഒരാൾക്കേ പറ്റൂ. അങ്ങനെ ഞങ്ങൾക്ക് 3 ആൾക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് പെയിന് വരാത്തതുകൊണ്ട് തന്നെ എന്നെ മേളിലൊരു റൂമിലേക്ക് ഷിഫ്റ്റാക്കി. അവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് മോർണിംഗ് തന്നെ പെയിന് വരാനുള്ള ഇഞ്ചക്ഷന് ഒരു ജെല്ല് കയറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ മോർണിംഗ് 4 മണിക്കാണ് ആ ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് കയറ്റിയത്. നല്ലോണം പെയിന് വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് പെയിന് സ്റ്റാർട്ടായി. അങ്ങനെ എൻ്റെ ബേബീൻ്റെ ഹാർട്ട് ബീറ്റെല്ലാം ഒരു അപ്പോൾ വന്നിട്ട് ചെക്കാക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ചെക്കാക്കിയിട്ട് വരുമ്പോഴൊക്കെ അവർ പറയുന്ന ആയിട്ടില്ല, കുറച്ച് നടക്കാൻ. അങ്ങനെ കുറേ നടന്ന് കുറേ നേരം നടന്ന്. അങ്ങനെ മോർണിംഗ് 4 മണിക്ക് തുടങ്ങിയ പെയിന് എനിക്ക് 12-11 ആകുമ്പോഴാണ് നമ്മുടെ സൂപ്പർ പ്രിൻസസ് വരുന്നത്. അപ്പോൾ ഇനി അത് കാണാം. ಇದು ಅವ್ರ ಹುಷಾರಿಲ್ಲ. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാൻ പ്രസവിച്ച്. ഒരു ഫസ്റ്റ് നോക്കിയത് നീ ഇത്ര പെയിന് സഹിച്ചില്ലേ, നിങ്ങൾക്ക് ഏത് ബേബിന്ന് നോക്കുകയെന്നാണ് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് ഡോക്ടേഴ്സ് എല്ലാം. അപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായി. ഞാൻ കരഞ്ഞോണ്ട് തന്നെ പറയുന്നുണ്ട് ബേബി പോയെന്നു. ഈ ഫീലിങ്സ് എത്രത്തോളം പറഞ്ഞ് അറിയിക്കണമെന്നും അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നെന്നോ എനിക്കറിയാല. പക്ഷേ ഇപ്പോഴും എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ നല്ല ഇമോഷണൽ ആവുന്നുണ്ട് ഞാൻ. അത് എന്തെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ട് വേറെ തന്നെ ഒരു ഫീൽ അത് അനുഭവിച്ചവർക്ക് തന്നെ അറിയും. അപ്പോൾ 4 മണിക്ക് തുടങ്ങിയ പെയിന് 12 മണിയോളം ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ 12 മണിയാകുമ്പോൾ ഒബ്വിയസ്ലി ഞങ്ങൾക്ക് 10-നാണ് ഡേറ്റ് തന്നത്. പക്ഷേ ഞാൻ പ്രസവിച്ചത് 11-ാം ഡേറ്റിനാണ്. ഓപ്പറേഷൻ ആക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നോർമൽ ഡെലിവറി ആയി. അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ബേബീൻ്റെ കോല ഇങ്ങനെ ആയതെന്ന്. ഫസ്റ്റ് ഇങ്ങനെയല്ല ഉണ്ടായത്. അപ്പോൾ ഓനക്ക് 2 ഡേയ്സ് ആകുമ്പോൾ തന്നെ എല്ലാം വന്നിട്ടുണ്ടായി. അങ്ങനെ NICയിൽ അഡ്മിറ്റ് ആക്കിയിട്ടാകുമ്പോൾ കിടാന് നല്ലോണം പൈക്കുമല്ലേ. അപ്പോൾ 2 hours പോയിട്ട് ഞമ്മ അങ്ങോട്ട് പോയിട്ടാണ് ഫീഡാക്കേണ്ടത്. അങ്ങനെ എല്ലാ 2 hours ഓന് ഫീഡാക്കേണ്ടി വന്നു. പക്ഷെ ഓൻ എത്ര കരഞ്ഞെങ്കിൽ ആടുന്ന് വിളിച്ചിട്ട് പറയുന്നില്ല കിടാവ് കരയുന്നു വന്നിട്ട് ഫീഡാക്കാൻ പറയുന്നില്ല. ഞമ്മ ടൈം അനുസരിച്ചിട്ട് ഞമ്മ പോകണം. ചിലപ്പോൾ പോകുമ്പോൾ ഓന് കരിഞ്ഞിട്ട് തളർന്നിട്ടുണ്ടാകും. ഞാൻ എന്നെ ഷോക്കായി. അത്ര
ഉഷാറുണ്ടായ ബേബി എന്തായെന്ന് അങ്ങനെ 2 days NICയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പിന്നെ എൻ്റെ കയ്യിൽ തന്ന്. പിന്നെ എല്ലാ മോർണിംഗും ഞാൻ ആടനെ ജനാലിൻ്റെ അവിടെ നിന്നിട്ട് ഓനക്ക് വെയിൽ കൊളിക്കുന്നുണ്ടായി. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഓൻ്റെ അസുഖം മാറിയിട്ട് ഞങ്ങൾക്കായെങ്കിൽ ഒന്ന് പൊരുക്കെത്തിങ്കിൽ മതി എന്നുള്ള സിറ്റുവേഷനായി. 2-3 days ഡിസ്ചാർജ് തരാൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ എല്ലാം വെച്ചിട്ട് എന്തായെങ്കിലും വീട്ടിലേക്ക് നമ്മൾ അയക്കലാന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് അത് റിക്കവർ ആവാത്ത നമുക്ക് പുറത്തേക്ക് ഡിസ്ചാർജും തന്നിട്ട. പിന്നെ കംഫർട്ട് ഇല്ലാത്ത കൊണ്ടോ നമുക്ക് വലിയ ഓക്കെ അല്ലാത്ത കൊണ്ടോ ഈ സ്റ്റിച്ചും പെയിനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നില്ല. പക്ഷേ ഓനെ നിൽക്കുമ്പോൾ ടെൻഷനാണ്, ബേബീനെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആയിക്കോണുണ്ടായി. ഓൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്ത നമ്മൾ പോകുന്നതും ശരിയല്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഓക്കെ ആയ പിന്നെ നമുക്ക് ഡിസ്ചാർജ് കിട്ടി. അങ്ങനെ 2-3 days ഡിസ്ചാർജാണ് നമ്മൾ ആയത്. 8 days നമ്മൾ പോയ നാളിൽ തന്നെയാണ് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് റിട്ടേൺ പൊരക്ക് വന്നത്. പൊരക്ക് വരുമ്പോൾക്ക് ഓൻ ഓക്കെ ആയിട്ടുണ്ടായി, ഹെൽത്തെല്ലാം ഓക്കെ ആയിട്ടുണ്ടായി. പക്ഷെ നല്ല മെലിഞ്ഞിട്ടുണ്ടായി. ഫസ്റ്റ് കിട്ടിയ ബേബി തന്നെയല്ല, നല്ല തടി ഉണ്ടായ ബേബി നല്ലോണം മെലിഞ്ഞ്. പിന്നെ എല്ലാം വന്നിട്ട് പിന്നെ എനിക്കായെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുന്ന ടൈമല്ലേ, പ്രൊഡ്യൂസ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതല്ലേ. അപ്പോൾ കുറച്ചാണ് ഓനക്ക് കിട്ടുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു യെല്ലോ പാല് വരുമല്ലേ, ഫസ്റ്റ് അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 days യെല്ലോ പാല് വരും. അതാണ് ബേബിക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പാല്. അപ്പോൾ ആ ടൈമിൽ ഓന് NICയിലുണ്ടായി. പിന്നെ നൈറ്റ് ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്താ ചെയ്യില്ലെങ്കിൽ ഓനക്ക് എല്ലാ 2 hours ഫീഡാക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ നൈറ്റ് ഉറങ്ങാതെ ഇങ്ങനെ വെയിറ്റ് ആക്കിയിട്ടാണ് പോകുന്നത്. എന്തായാലും എൻ്റെ ഇമ്പോർട്ടൻസ് എൻ്റെ ഹെൽത്തല്ല, ഓൻ്റെ ഹെൽത്തായിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ നൈറ്റ് എണിച്ചിട്ട് ഞാൻ ഒറ്റക്കാണ് താഴേക്ക് പോയിട്ട് ഓനെ ഫീഡാക്കിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഫ്ലോറല്ല മേലുണ്ടായത്, ഓനെ NICയിൽ അഡ്മിറ്റ് ആക്കിയത് താഴെ. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ പോയിട്ട് ഓനെ ഫീഡാക്കിയിട്ട് വരും. അങ്ങനെ ഫൈനലി ഡിസ്ചാർജ് ആയ ഡേ ആണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി, എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ പോകുന്നിട്ട്. അത്രക്കും സ്ട്രെസ്സായി എനിക്ക് ഹോസ്പിറ്റലിൽ. അങ്ങനെ 10 തന്നെ ഉമ്മ റിട്ടേൺ പൊരക്ക് പോയിനി. അപ്പോൾ ഞങ്ങൾക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ പ്രസവിച്ചപ്പോൾ റിട്ടേൺ വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ബാബിനാണ്. എൻ്റെ ബാബിയാണ് എൻ്റെ ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2 days ബാബി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായി. അങ്ങനെ എല്ലാവരും മാറിയിട്ട് നിന്നിട്ട് 1 week ആയി. അങ്ങനെ നമ്മളുടെ ഫൈനലി ഡിസ്ചാർജിൻ്റെ ഡേ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലുള്ളത്. ബിക്കോസ് പൊരലോ നമ്മളെ കാത്തോണ്ടുണ്ട്, നമ്മൾ പോകുന്നത് കാത്തിട്ട്. ഇതുവരെ ഞാൻ അപ്പനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടാന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എന്തിനും എൻ്റെ ഒന്നിച്ചെന്നെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ അപ്പോൾ എൻ്റെ ഒന്നിച്ചെന്നെ ഉണ്ടാവണമെന്ന്. പക്ഷേ കുറച്ച് ഡേയ്സ് ഉണ്ടായി, കുറച്ച് ഡേയ്സ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ലൈറ്റ് ഉണ്ടായത് മാക്സിമം അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കാൻ നോക്കിനെങ്കും പ്രഗ്നൻസിൽ കൂടുതലായിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഡെലിവറി ആകുമ്പോൾ എന്തായാലും എൻ്റെ ഒപ്പന ഉണ്ടായി. പിന്നെ വേറെ ആരും ഇല്ലല്ലോ, എൻ്റെ ഒപ്പനെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായി. അങ്ങനെ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അപ്പം ഉണ്ടായി. പക്ഷെ അപ്പന് കിടക്കാനുള്ള സാഹചര്യമൊന്നും ആടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആടെ പുറത്ത് വെയിറ്റ് ആക്കിയിട്ടും എന്നെ കാണത്തെയും പിന്നെ വിസിറ്റർ ടൈമിൽ മാത്രമാണ് അപ്പോൾ എന്നെ വന്നിട്ട് കാണുന്നത്. അതുവരെ കുറേ സ്ട്രഗിളും കാര്യങ്ങളെല്ലാം അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആക്കിനി. അങ്ങനെ ഫൈനലി പൊരക്കെത്തി. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾക്ക് നല്ല വെയിലുണ്ടായി. ഞാൻ റിട്ടേൺ എടുക്ക വരുമ്പോഴേക്കും നല്ല മഴ. 1 week പുറം ലോകം കാണാത്തയും അറിയാത്തയും വെളിച്ചൊന്നും കാണാത്തിരുന്ന ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടമ്മ എന്തെന്നറിയില്ല വേറെ തന്നെ ഫീല്, വേറെ ഒരു യൂണിവേഴ്സ് എന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്ന പോലെയാണ് എനിക്ക് ഫീലായത്. ഒന്നാമത് ഈ പെയിനും കാര്യങ്ങളെല്ലാം സഹിച്ചിട്ട് വന്നത്. രണ്ടാമത് ഞാൻ പോകുമ്പോൾ അത്രയ്ക്ക് ചൂട്, എൻ്റെ പ്രഗ്നൻസിന് നല്ല ചൂടുണ്ടായി, സഹിക്കാൻ പറ്റാത്ത ചൂടുണ്ടായത്. അപ്പോൾ വരുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായി.